ഒരു 2024 കാലഘട്ടത്തിൽ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ലോഞ്ച് ചെയ്ത് കുറച്ചാവുന്ന സമയത്ത് അവർ പോയിട്ടുള്ള ഒരു വലിയ പേപ്പർ ക്യാമ്പയിൻ ഉണ്ട്, ന്യൂസ് പേപ്പർ ക്യാമ്പയിൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കുറേ മാമ്പഴത്തിൻ്റെ ഇമേജുള്ള ഒരു ഫുൾ പേജ് ന്യൂസ് പേപ്പർ ആഡായിരുന്നു. അതിന് റീഡ് വിത്ത് യുവർ നോസ് എന്നായിരുന്നു അവർ കൊടുത്തിരുന്നത്. അതെന്താ വെച്ചാൽ ആ പേപ്പർ അടുപ്പിച്ച് പിടിക്കുമ്പോൾ നമുക്ക് മാമ്പഴത്തിൻ്റെ സ്മെല്ല് കിട്ടുന്ന തരത്തിലായിരുന്നു അത് പ്ലാൻ ചെയ്യുകയും പ്രിൻ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. ഇതിനെ സെൻസറി മാർക്കറ്റിംഗ് എന്നാണ് പറയുക. അതായത് ഒരാളുടെ സെൻസറി പെർസെപ്ഷൻസിനെ ലെവറേജ് ചെയ്തുകൊണ്ട് മാക്സിമം എങ്ങനെ ആളുകളിൽ ഒരു പർച്ചേസ് ഡിസിഷനെ ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സെൻസറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം, സ്മെല്ലുണ്ട്, ടേസ്റ്റ് ഉണ്ട്, വിഷ്വൽ ഉണ്ട്, ഓഡിറ്ററി ഉണ്ട്. അപ്പോൾ ഈ സെൻസറി പെർസെപ്ഷൻസിനെ മാക്സിമം ലെവറേജ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു കൺവേർഷനിലോട്ട്, സെയിൽസിലോട്ടൊക്കെ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു ആ ഒരു ആഡ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കൺവേർഷൻസ്, അതായത് ഒരുപാട് ആൾക്കാർ മാമ്പഴം ഇൻസ്റ്റാമാർട്ട് വഴി ഓർഡർ ചെയ്ത ഒരു ഇൻസിഡൻറ്റ് ആ ക്യാമ്പയിന് ശേഷം ഉണ്ടായി. സോ ഇതൊരു സെൻസറി മാർക്കറ്റിങ്ങിൻ്റെ എഫക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ന്യൂറോ മാർക്കറ്റിങ്ങിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും എന്നാണ്. അതായത് വളരെ പെട്ടെന്ന് ഒരു സ്മെല്ല് കൊണ്ട് സ്മെല്ല് വരുമ്പോൾ നമുക്ക് എന്താ വരിക, അതിൻ്റെ ടേസ്റ്റ് ഓർമ്മ വരും അല്ലേ. ആ ടേസ്റ്റ് ഓർമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാവിൽ വരുന്ന ഉമിനീരായിരിക്കും. അതായത് വിശപ്പിനെ ട്രിഗർ ചെയ്യും, അല്ലെങ്കിൽ അതിനോടുള്ള ക്രേവിങ് കൂട്ടും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പർച്ചേസ് ഡിസിഷൻ എടുക്കും. ഇത് സെൻസറി മാർക്കറ്റിങ്ങിൻ്റെ എഫക്റ്റ് ആണെങ്കിൽ ഒരു ന്യൂറോ മാർക്കറ്റിങ്ങിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ന്യൂറോ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഒരാളുടെ മനസ്സിൽ ഓരോ വാക്കുകളും ഓരോ എക്സ്പീരിയൻസും എന്ത് ഇമോഷൻ ട്രിഗർ ചെയ്യും എന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്യുന്ന ക്യാമ്പയിൻസ് ആയിരിക്കും ന്യൂറോ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. അപ്പോൾ ഈ സെൻസറി മാർക്കറ്റിങ്ങിനേക്കാളും ഒരുപാട് ഇരട്ടി എഫക്റ്റീവാണ് ന്യൂറോ മാർക്കറ്റിംഗ് കാര്യങ്ങൾ. ആൻഡ് ഇത് രണ്ടും കണക്റ്റഡുമാണ് കേട്ടോ. ഒരുപാട് ക്യാമ്പയിൻസ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സെൻസറി മാർക്കറ്റിംഗ് ഓർ സെൻസറി മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിനെ മാക്സിമം ലെവറേജ് ചെയ്തുകൊണ്ട് ഒരു ന്യൂറോ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്താനായിട്ട് ഒരുപാട് ശ്രമങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് കണക്റ്റഡ് ആയിട്ട് പോവാം, ഹാൻഡ് ഇൻ ഹാൻഡ് പോകാവുന്ന കാര്യങ്ങളാണ്. ഇത് മാക്സിമം ലെവറേജ് ചെയ്യാവുന്ന തരത്തിൽ നമുക്ക് ഡിജിറ്റൽ മീഡിയനെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അത് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവുന്നത്. റൈറ്റ്. ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും ചില ക്യാമ്പയിൻസ് ഒരു ഗെയിം പോലെ ആയിരിക്കും. പലപ്പോഴും നിങ്ങൾ കണ്ടു കാണും ഒരു ഗൂഗിളിൽ ഡിസ്പ്ലേയുടെയൊക്കെ ആഡായിട്ട് നിങ്ങൾ കണ്ടു കാണും. അതിനകത്ത് ഒരു ഡക്ക് ഹണ്ട് എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പേഴ്സണെ ഷൂട്ട് ചെയ്യുന്ന ഗെയിമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ആഡിൽ തന്നെയാണ്, ആ സ്ക്രീൻ സ്പേസിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഡക്ക് ഡിസ്പ്ലേ ആവുന്ന സമയത്ത് ഡക്കിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹണ്ട് ചെയ്യും, ദെൻ നമുക്കൊരു പോയിന്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് കാണുന്നുണ്ടാവുക. സോ ബേസിക്കലി അത് അൾട്ടിമേറ്റ്ലി വിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ കൂപ്പൺ ടു ഡു സംതിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് ആൾക്കാരുടെ നിന്ന് കിട്ടും. ആ സക്സസ് ഫീലിംഗ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ആ ഡക്കിനെ വളരെ ഈസി ആയിട്ട് പോയിന്റ് ചെയ്യാവുന്ന തരത്തിലായിരിക്കും അതൊക്കെ ഡിസ്പ്ലേ ആവുക. അപ്പോൾ അവർക്ക് വിന്നിങ് ഫീൽ വരും. അത് ആ ഒരു ഹാപ്പിനെസ് ഫീൽ അവിടെ വരികയാണ്. ഒരാൾ വിൻ ചെയ്യുമ്പോൾ ഹാപ്പിനെസ് ആണ് വരുന്നത് അല്ലേ. ആ ഹാപ്പിനെസ്സോട് കൂടി തന്നെയാണ് അവരെ നമ്മളൊരു എന്താ പറയുക, ഒരു പർച്ചേസിലോട്ട് എത്തിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ലാൻഡിങ് പേജിൽ എത്തിക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ കൺവേർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ തരത്തിലുള്ള ന്യൂറോ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്, ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച്, വളരെയധികം ശ്രദ്ധിച്ച്, നല്ല നോളജ് ഉണ്ടാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങാനായിട്ട്. അത്തരത്തിലുള്ള നല്ല ഇൻസൈറ്റ്സ് തരുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. അത്തരത്തിലുള്ള പ്രോഗ്രാംസ് എവിടെ, എങ്ങനെ, അതിൻ്റെ വാല്യൂ എന്തൊക്കെയെന്നൊക്കെ അന്വേഷിക്കുക. അത്തരം പ്രോഗ്രാമുകളിലേക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇനിയുള്ള കാലത്തിൽ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റർ ആവുക, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ മാക്സിമം നിങ്ങൾക്ക് ഫ്ലറിഷ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക.